എക്സാമിൻ്റെ സമയമായല്ലേ. ഇപ്പം എല്ലാവർക്കുള്ള ചിന്തയാവും, അയ്യോ എൻ്റെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, പഠിക്കാനൊരു മൂഡ് വരുന്നില്ല, ഇന്ന് പഠിക്കേണ്ട നാളെ തൊട്ട് പഠിക്കാൻ തുടങ്ങാം, അങ്ങനെ അല്ലേ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത്തരത്തിലുള്ള ഈ ചിന്തകളുണ്ടല്ലോ അതൊട്ടും നല്ലതല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള മടി, പ്രോക്രാസ്റ്റിനേഷൻ, പേടി, ഇതിൻ്റെയൊക്കെ വോയിസാണ് ആ ചിന്തകൾ. ആൻഡ് ഇന്ന് നമ്മൾ ആ വോയിസിനെ സൈലൻ്റ് ആക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്തിന് ഇത്ര പ്രാധാന്യമുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ എക്സ്ക്യൂസസ് ഒക്കെ മാറ്റി വെച്ച് പഠിക്കാനിരിക്കേണ്ടത്, അതിന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നും രാവിലെ എഴുന്നേറ്റ് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത്? വെറുതെ ടൈം പാസിന് പോവുകയാണോ? അല്ല, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങൾക്ക് പഠിച്ച് വലിയൊരാളാവണം, നിങ്ങൾ അച്ഛനെയും അമ്മയെയും ഒക്കെ ഹാപ്പി ആക്കണം, പ്രൗഡാക്കണം, ആൻഡ് നിങ്ങൾക്കും സ്വയം പ്രൗഡാവണം. ആൻഡ് ആ ഒരു സ്വപ്നം കാരണമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. ആൻഡ് ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്തേ മതിയാവും. കാരണം സ്വപ്നങ്ങൾ അങ്ങനെ ചുമ്മാ നടക്കില്ല. അതിന് നമ്മൾ എഫേർട്ട് ഇടണം. വെറുതെ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്ന ആളെ തേടി വിജയം വരില്ല. സക്സസ് എന്ന് പറയുന്നത് ഹസിൽ ചെയ്യുന്നവർക്കാണ്, കഷ്ടപ്പെടുന്നവർക്കാണ്. എത്രയൊക്കെ മടി വന്നാലും അതൊക്കെ മാറ്റി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ്. എനിക്കറിയാം, പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. സോ നിങ്ങളിപ്പോൾ കുറച്ച് ടയേർഡാണ്, അല്ലെങ്കിൽ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നാലോ നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കാണണം എന്ന് തോന്നിയാലോ ഒക്കെ ഈ പഠിത്തം പിന്നത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അല്ലേ. പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ബുക്ക് അടച്ചു വയ്ക്കും. പക്ഷേ നാളെ നീളെ എന്ന് പറയും പോലെ ഈ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന പഠിത്തം പിന്നെ ഒരിക്കലും നടക്കില്ല. ലേറ്റർ ബിക്കംസ് നെവർ. ഈ പിന്നെ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഡ്രീംസിനെ ഇല്ലാതാക്കുന്നത്. പിന്നെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഇപ്പോൾ എന്നൊരു സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ നിമിഷം, ഈ ദിവസം, ഈ ആഴ്ച നിങ്ങളുടെ എക്സ്ക്യൂസസിനേക്കാൾ നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണിത്. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ടീച്ചേഴ്സിനെ പറ്റി ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ നിങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണോ എന്നൊന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾ എഫേർട്ട് എടുക്കണം, കഷ്ടപ്പെടണം, നിങ്ങൾ ശ്രമിക്കണം, നിങ്ങളുടെ ബെസ്റ്റ് ലെവലിൽ ട്രൈ ചെയ്യണം. ബിക്കോസ് എഫേർട്ട് ഈസ് വെർ ഗ്രേറ്റ്നെസ് ബിഗിൻസ്. പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന ഓരോ മണിക്കൂറും, നിങ്ങൾ വായിക്കുന്ന ഓരോ പേജും, നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഓരോ പ്രോബ്ലവും, ഇതെല്ലാം ജസ്റ്റ് എക്സാം പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ്സ് അബൌട്ട് ബിൽഡിങ് ഡിസിപ്ലിൻ. നിങ്ങൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാണ്. ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. സോ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ആൻഡ് എനിക്കറിയാം, ചില ദിവസമൊന്നും പഠിക്കാനായിട്ട് തീരെ തോന്നില്ല, പഠിക്കാനുള്ള മൂഡേ ഉണ്ടാവില്ല. എല്ലാം സ്റ്റോപ്പ് ചെയ്താലോ ക്വിറ്റ് ചെയ്താലോ എന്നൊക്കെ തോന്നാം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം തോന്നാം. പക്ഷേ നിങ്ങൾ അതിലും ആഴത്തിലോട് ചിന്തിക്കണം. ഡിഗ് ഡീപ്പ്. നിങ്ങൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്? എന്താണ് നിങ്ങളുടെ സ്വപ്നം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ആലോചിക്കുക. ജസ്റ്റ് കണ്ണടയ്ക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നോക്കുകയാണ്. ആൻഡ് അത് കണ്ട് നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ പാരൻസും ഒക്കെ എക്സ്ട്രീംലി ഹാപ്പിയാണ്. ദേ ഫീൽ പ്രൗഡ്. അപ്പം ഉണ്ടാവുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഈ ഒരു എഫേർട്ടിന് അത് വേർത്താണ്. അതിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത്. സോ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുക്കുക. ഗിവ് ഇറ്റ് എവറിത്തിങ് യു ഹവ് ഗോട്ട്. നിങ്ങളുടെ ഭാവി ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ തന്നെ പഠിക്കുക. മടി വരുമ്പോൾ അതിനോട് ഫൈറ്റ് ചെയ്യുക. പ്രോക്രാസ്റ്റിനേഷനൊക്കെ ക്രഷ് ചെയ്യുക. ആൻഡ് എത്ര പഠിക്കേണ്ട എന്ന് തോന്നിയാലും ബുക്ക് എടുക്കുക, പഠിക്കുക. യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. സോ ഗോ, പോയി പഠിക്കുക.